എന്റെ മക്കളടക്കം ലീവ് എടുത്തിട്ട് എന്റെ അടുത്ത് വന്നിരിക്കുന്നു. കാരണം ഞാൻ മരിക്കാൻ പോണ കുറെ സൂസൈഡിന് ഫസ്റ്റ് ഞാന് കൈ മുറിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഡിപ്രഷൻ ഈ മൂഡിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ 15 ഉറക്കഗുളിക കഴിച്ചു. അങ്ങനെ ഞാൻ 3 ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒന്നുമില്ല, ഓർമ്മയില്ലാണ്ട് 3 ദിവസം എണീറ്റിട്ടേ ഇല്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 സൂസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇക്ക മരിച്ചതിന് ശേഷം ഈ ടെൻഷനും കാര്യങ്ങളും പിന്നെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അവർ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ആക്കിയിട്ട് അത് എല്ലാവർക്കും വിശ്വാസമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് എല്ലാവർക്കും ഫലിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ 4-5 മാസം ഡിപ്രഷൻ മൂഡിലിരുന്ന് അങ്ങനെ പിന്നെ ഇതൊക്കെ മാറ്റിയെടുത്തപ്പോൾ എനിക്ക് പിന്നെ മൊത്തത്തില് മൈൻഡ് മാറി. എല്ലാം കൊണ്ട് മാറിയപ്പോ സൈക്കോളജിസ്റ്റിനെ കാണിച്ചു തൃശ്ശൂർ തന്നെ. ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണ്ടേ. സൈക്കോളജിസ്റ്റിനെ കാണിച്ച് നമുക്ക് അവര് ക്ലാസ് ഒക്കെ തന്നു, നമ്മളോട് സംസാരിച്ചു, നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇപ്പോഴാണ് റിക്കവർ ആയി വന്നത്. ഈ സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് കുഞ്ഞുമോൻ ഷാരിഖിന്റെ ഷാരിഖ് കൈ മുറിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഉറക്കത്തിന് 2-3 മണിക്ക് പോയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പൊ ഈ ടൈമിലൊക്കെ ഷാരിഖ് ബാക്കിൽ എണിച്ചു വന്നിട്ട് നോക്കണൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ 2ാമത്തെ മോനാണ് കത്തി മേടിച്ചിട്ട് കളഞ്ഞത്.